ഇതെന്താ സാധനം എന്നുള്ള പിടി കിട്ടിയ അതായത് രോഗം വന്നിട്ട് ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല, രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ സാധനം പിടിച്ചിട്ട് വിചാരിക്കേണ്ട എന്താ ഈ ചങ്ങായി പറയണം എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം. പള്ളം നിറച്ച് ഭക്ഷണം കഴിച്ചാൽ എല്ലാം ആയി എന്നുള്ള ഒരു തോന്നൽ അത് എനിക്കും ഉണ്ടായിരുന്നതാണ്. കുറേ ഭക്ഷണം വലിച്ചു വാരി കഴിക്കുക, പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തന്നെ ഇഡ്ഡലിയും ദോശയും തുടങ്ങും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചോറ്, ഇതൊക്കെ കൂടി പള്ളം നിറച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല, വെറും കാർബോഹൈഡ്രേറ്റ് കയറുക എന്ന് മാത്രമല്ലോ. പക്ഷേ ഈ സാധനം ഉണ്ടാക്കുമ്പോൾ കണ്ടില്ലേ, ഞാൻ പഴവും പാലും ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ പൗഡർ ഇട്ടുണ്ടായിരുന്നു. അതാണ് ഈ സാധനം, നമ്മുടെ കൈലയുടെ ഷെയ്ക്ക് മിക്സ്. ഈ ഷെയ്ക്ക് മിക്സിൽ 10ഓളം നട്ട്സും ഫ്രൂട്ട്സും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ തായർക്ക് നമ്മുടെ കൂടെ ഉണ്ട്. തായർക്ക് അതിൻ്റെ ഫുൾ വിശദമായിട്ടുള്ള വിവരം പറഞ്ഞുതരും. വരും തായർ ഭായി, ഇതെന്താണ് ലൂസായിട്ടുള്ള ജ്യൂസ് ലൂസാക്കിയ? ഇത് ജ്യൂസല്ല ഒരുക്ക, ഇത് ചായയാണ്. നിങ്ങൾക്ക് ചായപ്പൊടിക്ക് പകരം നമ്മളെ കൈല ഷേക്ക് മിക്സിന്റെ കുറച്ച് പൗഡർ, ചായ എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ രീതിയിൽ ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ബെസ്റ്റ് ചായ ആയി. ഇത് ഷേക്ക് മിക്സ് ആക്കാം, ചായ ആയിട്ട് കുടിക്കാം. അതുപോലെ തന്നെ പാല് നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഇത് പാല് വേവിച്ച് കൊടുക്കാം. എങ്ങനെ ഇത് ഉപയോഗിക്കാം? പാല് മസ്റ്റാണ്. പാലില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ജ്യൂസ് ആക്കണമെങ്കിൽ പാല് വേണ്ട, പിന്നെ നല്ല റോബസ്റ്റ് പഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഴോ വെള്ളം ഒഴിച്ചിട്ട് ഈ പാലിന് ഒഴിപ്പിക്കുക. അതെന്താ വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ വളരെ കറക്റ്റ് പോയിന്റ്. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദിവസത്തിൽ വേണ്ട വിറ്റാമിന്, പ്രോട്ടീന്, മാഗ്നീഷ്യം ഇങ്ങനത്തെ ഒന്നും എത്തുന്നില്ല. നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രമേ കഴിക്കുന്നത്. ഒരു ശരാശരി മലയാളി കാലത്ത് എന്താ കഴിക്കുക? ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം. ഉച്ചക്കോ? ഉച്ചയ്ക്ക് പള്ള അറച്ച് ചോറ് വയ്ക്കും. രാത്രിയോ? രാത്രി ചോറ് വയ്ക്കണവരുണ്ട്, ചിലവര് ചോറ് മോശമാണ് പറഞ്ഞ് ചപ്പാത്തിയും തരും. അപ്പോൾ നമ്മൾ രോഗിയാണ് എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? കാരണം രോഗം വരാതിരിക്കാനുള്ള വിറ്റാമിന്, പ്രോട്ടീന്, ന്യൂട്രീഷ്യൻസ്, കാൽസ്യം ഇതൊന്നും അതിൽ അടങ്ങിയിട്ടില്ല. അതിന് പകരമായിട്ടാണ് ഞങ്ങൾ കൈല ഷേക്ക് മിക്സ് ഇറക്കിയത്. ഇതിൽ 10ഓളം ഫ്രൂട്ട്സും നട്ട്സും ഉണ്ട്. ഇത് നിങ്ങൾക്കറിയോ? ഇതിൽ ആപ്പിൾ ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കാഷ്യൂ ഉണ്ട്, കാർഡമൻ ഉണ്ട്, മക്കാൻ ഉണ്ട്, അതുപോലെ തന്നെ പംകിൻ സീഡ് ഉണ്ട്, സൺഫ്ലവർ സീഡ് ഉണ്ട്, ബ്ലാക്ക് റൈസ് ഉണ്ട്, കറുത്ത മുന്തിരി ഉണ്ട്, പിന്നെ ബീട്രൂട്ട് ഉണ്ട്. ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ഡെയിലി വേണ്ടതാണ്. ഇപ്പം മക്കാന എന്ന് പറഞ്ഞാൽ അത് നല്ല പ്രോട്ടീനും മാഗ്നീഷ്യവും കാൽസ്യം ഉള്ളതാണ്. സൺഫ്ലവർ സീഡ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ്റെ റിച്ച് ആണ്. അങ്ങനെ ഓരോന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഓരോന്ന് ശരീരത്തിൽ വേണ്ടതാണ്. ഇത് ഡെയിലി നമ്മൾ കഴിക്കുന്നുണ്ടില്ല. അപ്പോൾ നമ്മൾ ആപ്പിൾ വാങ്ങണ തന്നെ ഒരു കിലോ ആപ്പിൾ വാങ്ങിയാൽ എത്ര ദിവസം നിങ്ങളെ പുരയിൽ നിൽക്കൂ? കുട്ടികൾ എന്ത് ചെയ്യും? ഒന്നായിട്ട് കഴിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൽമണ്ട് ആണെങ്കിൽ ഒരാൾക്ക് ശരാശരി ഒരു ദിവസത്തിൽ 4ഓ 5ഓ ആൽമണ്ട് മതി. അത് മതി. നമ്മൾ 1 കിലോ 500 അല്ലെങ്കിൽ 100 ആൽമണ്ട് വാങ്ങിയാൽ 2 ദിവസം തീർക്കും. അത് ശരീരം വേസ്റ്റ് ആയി തള്ളൂ. അപ്പൊ ശരീരത്തിന് രോഗം വരാതിരിക്കാൻ ഇത്രയും സാധനം ഡെയിലി വേണം. ഇപ്പൊ ആപ്പിൾ തന്നെ ഇംഗ്ലീഷ് എന്താ പറയല്? ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ഡോക്ടർ ഒഴിവാക്കാം. അതുപോലെ തന്നെ അല്ല. അപ്പോൾ ഈ സാധനം കഴിച്ച് ഈ ഷേക്ക് മിക്സ്, കൈല ഷേക്ക് മിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം കൊണ്ടുള്ള രോഗങ്ങളൊന്നും വരില്ല എന്ന് മാത്രമല്ല സേഫാണ്. ഇപ്പം ഞാൻ 3 മാസം കഴിക്കേണ്ടത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങളിത് ശരിക്കും കഴിച്ചാൽ ഒരുപാട് വ്യത്യാസം വരും. ഏകദേശം ഒരാഴ്ച 10 ദിവസത്തോളം. പക്ഷേ അതിൻ്റെതായിട്ടുള്ളൊരു ഗുണം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാം. കാലത്ത് വെറും വയറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടോ ഈ ഷേക്ക് മിക്സ് കഴിക്കാം, അല്ലെ പാലിൽ കലക്കി കുടിക്കാം, അല്ലെ ചായ ആയിട്ട്. ബെസ്റ്റ് ഐഡിയ ചായ ആയിട്ട്. ഇനിയിപ്പോൾ കടകളിലൊക്കെ ചെന്നാൽ ഷേക്ക് മിക്സ് കയ്യിലാ കൊടുക്കാം, അല്ലെങ്കിൽ കടക്കാർ വന്നാൽ അതും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട പ്രോട്ടീനൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആ പ്രോട്ടീൻ്റെ അപാകത ഇത് ശരിക്കും നിങ്ങൾ ഒരു ദിവസം വാങ്ങിയിട്ട് ഒരു ദിവസം 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ പാലിലോ വെള്ളത്തിലോ ജ്യൂസാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പ്രോട്ടീനും ന്യൂട്രീനും വിറ്റാമിനും എല്ലാം ഉൾക്കൊണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിന് വില 1100 ഇപ്പോൾ നമ്മൾ 950 വിൽക്കുന്നത്. എല്ലാവരുടെ വീട്ടിലേക്കും ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ നമ്മൾ പോസ്റ്റലായിട്ടോ എത്തിച്ചു കൊടുക്കും. അത് നമ്മൾ ഒന്നുകിൽ കൈല ഓൺലൈൻ.com അതല്ലെങ്കിൽ നമ്പർ താഴെ കൊടുക്കുക, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തും. ശരിക്കും ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ സാധനം നമ്മളെല്ലാവരും ശീലമാക്കി കഴിഞ്ഞാൽ ഈ കോലം ഒഴിവാക്കാൻ പറ്റും. അത് മാത്രമല്ല ആരോഗ്യം വരും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ എത്ര ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ രോഗം വന്നാൽ ഡോക്ടർ വരും, ഒന്നുകിൽ സോഡിയം കുറഞ്ഞ്, അല്ലെങ്കിൽ വിറ്റാമിൻ ഇല്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളെ രോഗത്തിൽ, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല. അപ്പോൾ ബീട്രൂട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതാണ്. ശരിക്കും നടക്കും ബീട്രൂട്ട്. ആൽമണ്ടോ ബ്രെയിൻ ഉള്ളതാണ്. സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഓരോന്നിൻ്റെയും ഞാൻ നീണ്ടു പറയുന്നില്ല, ഓരോന്നിൻ്റെയും നമ്മൾ ന്യൂട്രീഷൻ വാല്യൂ നെറ്റിലോ അല്ല ചാർജ് ജിബിലോ ചോദിച്ചാൽ കറക്റ്റ് മനസ്സിലാവും. അതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 950 ഉണ്ട് ഈ ഒരു പാക്കറ്റിന്. എല്ലാവരും ഇങ്ങനെ ചോദിക്കുക. ഇതിൽ നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനുള്ള ഐറ്റംസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സ്, ആപ്പിൾ ആവട്ടെ, ബീട്രൂട്ട് ആവട്ടെ, നമ്മൾ സാധാരണ രീതിയിലല്ല, നമ്മളത് ശരിക്ക് ക്ലീൻ ചെയ്ത്
പിന്നെ അതുപോലെ തന്നെ ഡ്രയറിൽ ഇട്ടിട്ട് നമ്മൾ വാട്ടർ അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ 10 കിലോ ആപ്പിളോ ബീട്രൂട്ടോ ഒക്കെ നമ്മൾ അബ്സോർബ് ചെയ്ത് ശരിക്ക് പൊടിച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് 1-2 കിലോനെ കിട്ടും. രണ്ടാമത് ബീട്രൂട്ട് നമ്മൾ ഒരിക്കലും പച്ച കഴിക്കാൻ പാടില്ല. പച്ച കഴിച്ചാൽ അത് പറയുന്നത് എന്തെല്ലോ അസുഖങ്ങൾ വരും. അതും ശരിക്കും വേവിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വേവിക്കുമ്പോൾ നമുക്ക് 10 കിലോനോ 5 കിലോ എടുത്താൽ 1 കിലോനെ കിട്ടുന്നത് കിട്ടുക അല്ലേ? അതുകൊണ്ടാണ് വില കൂടുതൽ. പക്ഷെ ഒരു കാര്യം വാല്യൂ ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 50,000 1 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പകരം മാസം ഇതിപ്പോൾ ഒരു 1.5-2 മാസം ഉപയോഗിക്കും ഒരാൾ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ 2 മാസം ഉപയോഗിച്ച് 950 ആണെങ്കിൽ വരാനിരിക്കുന്ന 1-2 ലക്ഷം ഹോസ്പിറ്റലിൽ കൊടുക്കുന്നില്ലെങ്കിൽ ലാഭമല്ലേ മുൻകാ? തീർച്ചയായും. അല്ലതായിരിക്കാം ഇത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുമോ? കുട്ടികളാണ് മുൻക കഴിക്കേണ്ടത്. നമ്മളെ ചെറുപ്പം പോലെ ഇപ്പോഴത്തെ കുട്ടികൾ കഴിക്കുന്നത് ബ്രോസ്റ്റ് ആയിട്ടും നേരത്തെ പറഞ്ഞില്ല ഭക്ഷണമല്ലേ, എന്ത് വാല്യുബിൾ പ്രോട്ടീൻസ് ജങ്ക് ഫുഡ് തന്നെ. ജങ്ക് ഫുഡ് അല്ലേ. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മോനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കഴിക്കാതെ പോവാം. ഇത് തുടങ്ങിയതിന് ശേഷം അവൻ്റെ ഉമ്മ ഇതൊരു ഗ്ലാസ് കൊടുക്കും. അത് മതി. കുട്ടികൾക്ക് ബെസ്റ്റാണ് സ്കൂളിൽ പോകുന്നതിന്. ഒരു ഗ്ലാസ് അടിച്ചു കൊടുത്താൽ ഒരു ഡേ മുഴുവനോ അല്ലെങ്കിൽ ഉച്ചവരെ ഇത് മാത്രം മതി കുട്ടികൾക്ക്. ഇനി ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പാല് കാച്ചിട്ട് ഇത് അരിച്ചു കൊടുത്താൽ അതും ബെസ്റ്റാണ്. കാരണം ചെറുപ്പത്തിലേ നമുക്ക് പ്രോട്ടീൻ ന്യൂട്രിയൻസ് ഇല്ലല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ ചക്ക നിന്ന് മാങ്ങുന്ന ഒരുപാട് കാര്യം ചെയ്തില്ലേ. ഇപ്പൊ അതാണോ? ഇപ്പൊ ഒന്നുമില്ല. അല്ല, നമ്മൾ ഇപ്പൊ കുട്ടികളുടെ ബേബി ഫുഡിന്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും ചെയ്യാം. കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ പ്രത്യേകിച്ച് അല്ലേ. രോഗത്തിൽ കുട്ടികൾക്ക് ആർക്കാ രോഗമില്ലാത്ത? ഇപ്പൊ എൻ്റെ മകൾക്ക് പുറം വേദന എന്നൊക്കെ പറയാൻ നമ്മൾ ചിരി വരില്ല. നമ്മുടെ പ്രായത്തിൽ ആ പുറം വേദന ഉണ്ടോ? എല്ലിന്റെ തേയ്മാനങ്ങളോ എല്ലിന്റെ വിറ്റാമിൻ്റെ കുറവൊക്കെ അല്ലേ, അതൊക്കെ മാറും കിട്ടത്തില്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതല്ല. ഇതൊരു അപാര സാധനമാണിത്. ഇത് നിങ്ങൾ പറഞ്ഞ രീതിയിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ജനങ്ങൾക്ക്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് രോഗം മാറ്റം വരും. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഒരുപാട് ആൾ ഉപയോഗിക്കുന്നുണ്ട്, റിസൾട്ട് പറയുന്നുണ്ട്. ഇതിന് ജില്ലാ വൈസിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏരിയകളിലോ ഇത് വിപണനം ചെയ്യണമെങ്കിൽ ബിസിനസ്സിന് ഞാൻ തയ്യാറാണ് കൊടുക്കാൻ. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ഒരു എഫേർട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കുണ്ട് മാർക്കറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ എങ്ങനെ വിപണനം ചെയ്യണം, ഏത് രീതിയിലാണ് അതിനെ അധ്വാനിക്കേണ്ടതൊക്കെ ഞാൻ പഠിച്ച രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ അവരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കും. അതുകൊണ്ട് ഇതിന് ആരെങ്കിലും വിദേശത്തോ സ്വദേശത്തോ ആർക്ക് വേണമെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് എന്നുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി ഇതോടൊപ്പം പറയുന്നത്. കൈല ഷേക്ക് മിക്സിൻ്റെ എല്ലാവിധ വിവരങ്ങളും വിശദമായിട്ട് നമ്മുടെ താഹിർക്ക പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്താ പറയുക, ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണം ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ പറയുന്നത്. ഇതൊന്നും കൂടാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഫാക്ടറിയിൽ പോയിട്ട്, അതായത് കൈല ഷേക്ക് മിക്സിൻ്റെ ഫാക്ടറിയിൽ പോയിട്ട് അവിടെ പോയി കണ്ടു. ബീട്രൂട്ടായാലും ക്യാരറ്റായാലും ആപ്പിളായാലും അത് ഡ്രൈ ആക്കി അതിൻ്റെ ജലാംശം കളഞ്ഞ് അത് പൊടിച്ച് എന്നതിന് ശേഷമുള്ളത്. ഇതൊന്നും കൂടാതെ നമ്മുടെ കൈല ഷേക്ക് മിക്സിൻ്റെ ലാബ് റിപ്പോർട്ട്, എന്തൊക്കെയാണ് കൈല ഷേക്ക് മിക്സിൽ അടങ്ങിയിട്ടുള്ളത്, എന്തൊക്കെ ന്യൂട്രീഷ്യസ് ഇതിലുണ്ട് എന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള ലാബ് റിപ്പോർട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. അതും അറിഞ്ഞ് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താ അറിയോ, നമ്മൾ ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ മരുന്നിനും വേണ്ടി ഇറക്കുന്ന പൈസൻ്റെ ചെറിയൊരു അംശം മതി നമ്മുടെ ശരീരം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചങ്ങന്മാരെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. വേറൊന്നുമല്ല, ഈ ഒരു സംഭവം ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. ഇതൊരു ശീലമാക്കി മാറ്റുക. ആരോഗ്യപൂർണ്ണമായ ജീവിതം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.